മഹാഗഡ്ബന്ധിന് കിട്ടുമായിരുന്ന വോട്ട് പെർസെന്റേജിനെ സ്പ്ലിറ്റ് ചെയ്ത് എൻഡിഎക്കുള്ള വഴിയൊരുക്കുകയായിരുന്നു ജൻ സുരാജിന്റെ ദൗത്യം എന്നുള്ളതാണ്. പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തവണ നോക്കൂ, 2020 നേരിയ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് കടന്നുകൂടി അധികാരത്തിലെത്തിയ എൻഡിഎക്ക് ഇത്തവണ മികച്ച വിജയത്തിലേക്ക്, അതായത് 150 സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് അവരവിടെ പ്രൂവ് ചെയ്യുകയാണ്. കംഫർട്ടബിൾ ആണ്. അവിടെ പ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല, അവിടെ ജെഡിയുവിന് എത്ര കിട്ടുമെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. വീണ്ടും എൻഡിഎ 133 മുതൽ 148 വരെ സീറ്റുകളാണ് കാവിയണിഞ്ഞിരിക്കുന്ന പോൾ ഓഫ് പോൾസിന്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. പുറത്തു വന്നിരിക്കുന്ന 6 എക്സിറ്റ് പോൾ ഫലങ്ങളും എൻഡിഎക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിധി. ബീഹാറിൽ ജനവിധി രാഹുലിനും തേജസ്വി യാദവിനും അനുകൂലമല്ല. പക്ഷേ ഇത് എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രം ബീഹാറിനുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 15 റാലികൾ വരെ നടത്തിയ 35-കാരനിൽ ഞാൻ ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നുണ്ട്. തേജസ്വി യാദവിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട സാഹചര്യം അപ്പോൾ അവിടെ ആദ്യം പോയി കണ്ടതാണല്ലോ. വികസനം എന്ന് പറയുന്നത് എവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ആശുപത്രികളുടെ സ്ഥിതി അടക്കം നമ്മൾ കണ്ടതാണ്. കോളത്തിലെ 0-0 രാഷ്ട്രീയ തന്ത്രജ്ഞനായ ചാണക്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി അക്കൗണ്ടേ തുറക്കുന്നില്ല എന്നാണ്. 6 എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഒരു ടൈം സ്റ്റവ് മാത്രമാണ്, ഒരു സീറ്റ് മാത്രം. ഇന്ത്യ മുന്നണിയിൽ BJP കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ജെഡിയുവിന്റെ മേലേക്ക് വരുമോ, ജെഡിയുവിനെ വിഴുങ്ങുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതൊരു വലിയ പാഠമായി മാറുന്നു. മഹാഗഡ്ബന്ധിന് വലിയ റാലികൾ സംഘടിപ്പിച്ചു. SIR-മായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ കണ്ടു. വീണ്ടും JPC പോൾ, എൻഡിഎ 7ാമത്തെ എക്സിറ്റ് പോളിലും എൻഡിഎ 135 മുതൽ 150 വരെ. നോക്കുക, മാർജിനാണ് എൻഡിഎയുടെ കംഫർട്ടബിൾ വിക്ടറി. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വിജയമാണ് എൻഡിഎക്ക് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ, അതായത് ഒരു 30 സീറ്റിന്റെയെങ്കിലും വ്യത്യാസത്തിൽ ജയിക്കും അല്ലെങ്കിൽ അധികാരത്തിൽ തുടരും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. അപ്പോഴും കഴിഞ്ഞ എക്സിറ്റ് പോളുകൾ തിരിച്ചു വന്നത് ഇന്ത്യ സഖ്യത്തിന്, അതായത് മഹാസഖ്യത്തിന് ഫേവറബിൾ ആയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. എന്നാൽ യഥാർത്ഥ ഫലം വരുമ്പോൾ കംഫർട്ടബിളായി കടന്നുകൂടാൻ എൻഡിഎക്ക് സാധിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ RJDക്ക് ഭരണത്തിന് പുറത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ബീഹാറിൽ കാണും. ആകെ 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ 122 സീറ്റുകൾ ഉള്ളവർ ഭരിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ മാർജിനിലാണ് എൻഡിഎ ഭരിച്ചത്. 125 3 സീറ്റുകളുടെ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചിരാഗ് പാസ്വാൻ. എന്നിട്ട് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഞാൻ നിൽക്കും എന്നുള്ളത്, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ മറിച്ചാവുകയാണെങ്കിൽ ഇതിപ്പോ 150 സീറ്റുകൾ വരെ നേടുകയാണെങ്കിൽ അത് വലിയ നിതീഷ് കുമാറിന്റെ ആത്മവിശ്വാസം ചെറുതായിരിക്കില്ലല്ലോ. നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് അഗൈൻ എൻഡിഎ 8ാമത്തെ എക്സിറ്റ് പോൾ ഫലവും എൻഡിഎക്ക് 148 വരെ. അതെ, 148 വരെയാണ്. ആ മാർജിനാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഒരു എക്സിറ്റ് പോളും 130-ൽ താഴെ എൻഡിഎക്ക് പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം 130-ന് മുകളിലാണ്. അത്രമേൽ ആത്മവിശ്വാസമുണ്ട്. അതായത് തേജസ്വി യാദവിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ബദലാവോ എന്നുള്ള അവരുടെ മുദ്രാവാക്യം ഏഷ്യയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സീമാഞ്ചലിലാണെങ്കിലും ശരി, ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്ത പട്ന നഗര ഹൃദയങ്ങളിലാണെങ്കിലും ശരി, മുസ്ലിം യാദവ വോട്ടുകളിലടക്കം വിള്ളൽ വീണിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് സീമാഞ്ചലിൽ 24 സീറ്റുകളുണ്ട്. സീമാഞ്ചലിൽ ആ 24 സീറ്റുകളിൽ അസദുദ്ദീൻ ഒവൈസിയും ജൻ സുരാജ് പാർട്ടിയും പ്രശാന്ത് കിഷോറും കാര്യമായ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എൻഡിഎക്ക് തുണയായി മാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. എന്നാൽ ഇത് കേവലം സ്പോയിലേഴ്സിന്റെ മാത്രമേ അനാലിസിസ് നമ്മൾ ചുരുക്കാൻ പാടില്ല. നിതീഷ് കുമാറിന്റെ ഭരണവിരുദ്ധ വികാരം, 20 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ റേവഡി പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന ഈ ഫ്രീബീസ് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയം അവിടെ നിതീഷ് കുമാർ നടത്തിയിരുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ അത് കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസം അവർക്ക് നിതീഷിനോട് കയ്യിലേക്ക് കിട്ടി. 10,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ്. അതാണ് ജംഗിൾ രാജ് അല്ല നിതീഷ് രാജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടിയത്. അത് ഫലം കാണുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ എക്സിറ്റ് പോളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.